ആകാശം ഗഗനം ആകാശം ഗഗനം മുരുകാ. എവിടെ ഞാൻ രാവിലെ പറഞ്ഞ സംഗതി? അയ്യോ മറന്നുപോയല്ലോ. ദേ നോയിക്കോ. ദാ. ചുമ്മാ പറ്റിക്ക് എങ്ങടുത്ത് ഇല്ല കൊണ്ടുവന്നില്ല, മറന്നു. കള്ളി. ഓ എടി എനിക്കും കൂടി താ. ചെറിയൊരു കഷ്ണം, ചെറുത്ത് മതി. എന്ത് പണിയാ ചേട്ടാ, നോക്കിയേട്ടാ കൊടുക്ക്. മോനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊട്ടൻ ചുക്കാതി. തൊട്ടാൽ പറക്കുമേ വാദവേദനയൊക്കെയും. ആ മറന്നിട്ടില്ല. ആ പക്ഷേ കാജ ഇന്ന് വന്നിട്ടില്ല, മയിൽമാർക്കേ കിട്ടിയുള്ളൂ. മതിയോ? കുറച്ചുകൂടി മതി മതി മതി. എടി മുത്തശ്ശനും മുത്തശ്ശിയും കഴിച്ചോ? പിന്നെ അത് പട്ടാള ചിട്ടിയല്ലേ, നാമം ചൊല്ലി കഴിഞ്ഞ ഉടനെ തന്നെ കഴിച്ചു. എടി ജീവിതത്തിലെ ഗതി പിടിക്കണമെങ്കിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വേണം. പിന്നെ രണ്ടാളും കളക്ടർമാരായിട്ടല്ലേ പിരിഞ്ഞ്. നിനക്ക് നല്ലത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ മോളെ? നിനക്ക് മീൻ വറുത്തത് വേണോ? ഒരെണ്ണം കൂടെ. ഒന്നുകൂടി മതി. അപ്പൊ എനിക്കില്ലേ? നിനക്ക് ഇവള് കഴിച്ചു കഴിഞ്ഞ് ബാക്കി മുള്ളു വല്ലതും ഉണ്ടേ തരാം. പോടുന്നു അപ്പോഴത്തേക്കും പിണങ്ങിയോ? അയ്യോടാ. അങ്ങനെ പഴിക്കുവാ. പോട്ടെ. കൊതി പിടിച്ച് വയറ് കേടാവാതിരിക്കാൻ വേണ്ടി തന്നതാ. പാവം കഴിക്ക. ഉറങ്ങിയോ? നിന്റെ പുന്നാരം കേക്കാണ്ട് ഈ മുത്തച്ഛൻ ഉറക്കം വരുവോ? വീട്ടുകാര് കല്യാണം നിശ്ചയിച്ച ആ കുട്ടി ഇന്ന് പഠിക്കാൻ വന്നോ മോളെ? ഇല്ല, കഷ്ടാ മുത്തശ്ശി. നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. കൊറേ കരഞ്ഞിട്ടാ അവള് പോയെ. ആ കുട്ടി ഏത് ക്ലാസ് പഠിക്കുന്നു എന്നാ പറഞ്ഞത്? 9B എന്റെ ക്ലാസ്. ആ വീട്ടുകാർക്ക് പ്രാന്താ. അയാൾക്ക് ചെറിയ ചട്ടുകാലുണ്ടത്രേ. സൂക്ഷിച്ച് നോക്കിയാലേ അറിയൂന്ന്. എന്താ ഗൾഫില് അമേരിക്കൻ പട്ടാളത്തിന്റെ ക്യാമ്പില് ക്ലർക്കാണെന്നാ പറഞ്ഞേ. അത് കേട്ടാലേ അറിയാൻ പൊളൂസാന്ന്. പട്ടാളത്തിൽ ഏതെങ്കിലും ജോലിക്ക് ഒരു ചട്ടുകാലിനെ വെക്കുവോ? അയ്യോ, അത് ചതിയാവോ മുത്തശ്ശ? അവളെ കണ്ടെങ്കിൽ പറയായിരുന്നു. മോളെ, ജീവിതം എന്ന് പറയണത് ഒരു സർക്കസാ. അതിൽ കളിക്കാൻ മനസ്സ് പാകായി വരണമെങ്കിൽ ഒരു 10-20 വയസ്സെങ്കിലും ആവും. നിന്റെ അച്ഛൻ അമ്മയെ കല്യാണം കഴിക്കുമ്പോൾ പ്രായം 17. അന്നത് ചെയ്യരുതായിരുന്നു എന്ന് പിന്നീട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പറ്റിപ്പോയില്ലേ? അതിൻ്റെ എന്തെന്ത് കഷ്ടതകൾ എൻ്റെ കുട്ടി അനുഭവിച്ചു. ആ കുട്ടിയുടെ ഭാവി എന്താവുമോ ആവോ. പാവം. അവള് പാവാ മുത്തശ്ശി. ആ മതി മതി നാട്ടു വർത്തമാനങ്ങള്. ഉറങ്ങ.